السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأفضل الصلاة وأتم السلام على سيدنا محمد سيد المرسلين وعلى آله وأصحابه أجمعين. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധവും പരിപാവനവുമായ മുഹറം മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച, അവസാനത്തെ ദിവസവും കൂടിയാണ് ഇന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണമെന്ന നിർദ്ദേശം പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ അറിയിച്ചതാണ്. അറിയിച്ച രൂപം തന്നെ അള്ളയും മലക്കുകളും ചെയ്യുന്നുണ്ട്, എന്നിട്ട് നിങ്ങൾ ചെയ്യണമെന്നാണ്. അള്ളയും മലക്കുകളും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വലാത്ത് ചെല്ലാൻ വേണ്ടി പഠിപ്പിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്, ഇന്നല്ലാഹു വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ് യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ എന്ന ഖുർആനിലെ ആയത്ത്. തീർച്ചയായും അള്ളാഹും അവൻ്റെ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളായ ആളുകളെ, ആ നബിയെ കൊണ്ടും അള്ളാഹുവിനെ കൊണ്ടും വിശ്വസിച്ചവരെ, നിങ്ങൾ സലാത്ത് ചെല്ലണം, സലാമും ചെല്ലണം ആ നബിയുടെ പേരിൽ എന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ കൽപ്പിച്ചതാണ്. ഇതേ രൂപത്തിലൊരു അമല് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ കൽപ്പിച്ചതായിട്ട് കാണാൻ കഴിയില്ല. അള്ളയും മലക്കോളും നോമ്പെടുക്കുന്നുണ്ട്, നിങ്ങൾ നോമ്പെടുക്കണമെന്നോ, അള്ളയും മലക്കോളും നിസ്കരിക്കുന്നുണ്ട്, നിങ്ങൾ നിസ്കരിക്കണമെന്നോ ഈ നിലക്ക് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ നമ്മോട് കൽപ്പിച്ചിട്ടില്ല, ഒരമലുമില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്ത്, ആ അമല് നമ്മോട് അള്ളാഹു തആല കൽപ്പിച്ചത് അള്ളയും മലക്കോളും ചെയ്യുന്നുണ്ട്, നിങ്ങളും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം, വെള്ളിയാഴ്ച രാവും പകലും എൻ്റെ മേൽ നിങ്ങൾ സ്വലാത്തിനെ അധികരിപ്പിക്കണം, ആ സ്വലാത്ത് എനിക്ക് എത്തും, അത് എൻ്റെ മേൽ കാണിക്കപ്പെടും എന്ന് പറഞ്ഞപ്പോൾ കൂടുതൽ സ്വലാത്ത് എൻ്റെ മേൽ ചെല്ലണം, അത് എൻ്റെ മേൽ കാണിക്കപ്പെടും എന്ന്, എനിക്കത് വിവരം കിട്ടും, എനിക്കത് എത്തും എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത് റസൂലുള്ളാഹിനോട് പറഞ്ഞു, എങ്ങനെയാണ് ഞങ്ങളുടെ സ്വലാത്ത് തങ്ങളുടെ മേൽ കാണിക്കപ്പെടുക? തങ്ങൾ ദ്രവിച്ചു പോയിട്ടുണ്ടാവൂലേ ഖബറിൻ്റെ അകത്ത് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അല്ലാഹു തആല, തീർച്ചയായും അല്ലാഹു തആല അമ്പിയാക്കളുടെ ശരീരം മണ്ണ് തിന്നതിനെ ഹറാമാക്കിയിട്ടുണ്ട്, മണ്ണ് തിന്നുന്നതിനെ തൊട്ട് വിലക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്നല്ല, ഒരമ്പിയാവും, ഒരു നബിമാരുടെയും ജഡം നശിച്ചു പോവുകയില്ല, ദ്രവിച്ചു പോവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായിട്ട് കാണാം. ഇന്ന് ബഷീർ പോസ്റ്റ് ചെയ്ത ഈ പോസ്റ്റിൻ്റെ അടിഭാഗമുള്ളത് അഫ്ളലി അഅ്മാലിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസത്തെ അമലുകൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അമലിൽപ്പെട്ടതാണ് അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തില്ല.
എന്നുള്ള അമൽ. കാരണം ലിഅന്നൽ ജുമുഅത ഖൈറുൽ അയ്യാം, തീർച്ചയായും വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ ദിവസങ്ങളിൽ ഏറ്റവും ഉത്തമമായ ദിവസമാണ്. വഹുവ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുൽ അനാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഖൈറായവരാണ്, ഏറ്റവും ശ്രേഷ്ഠരാണ്. വെള്ളിയാഴ്ച ദിവസം ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ്, ഏറ്റവും ഉത്തമമായ ദിവസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമരാണ്. അതാണ് അതിന് കാരണമായി പറഞ്ഞത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരുള്ള സ്വലാത്ത് എപ്പോഴും നമ്മൾ അധികരിപ്പിച്ചു കൊണ്ടിരിക്കണം, എപ്പോഴും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണം. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും ഒക്കെ ആ സ്വലാത്ത് അധികരിപ്പിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും തയ്യാറാണ്. പണ്ഡിതന്മാർ പറയുന്നത് 300 സ്വലാത്തെങ്കിലും ചെല്ലണം, എന്നാലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് അധികരിപ്പിച്ച് എന്ന് പറയാൻ ഒക്കൂ. റസൂലുള്ളാഹിന്റെ പേര് സ്വലാത്ത് അധികരിപ്പിച്ചു എന്ന് പറയണമെങ്കിൽ 300 സ്വലാത്തെങ്കിലും ചെല്ലണം. അതുകൊണ്ട് ആ ചുരുങ്ങിയാലും 300 സ്വലാത്തെങ്കിലും ചെല്ലാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, തന്നുള്ള എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് വിഷമിക്കുന്നുണ്ട്. അവരുടെ രോഗങ്ങളൊക്കെ നീ ശിഫയാക്കണേ അല്ലാഹ്. മാരകമായ രോഗങ്ങൾ തൊട്ട് അവരെയും ഞങ്ങളെയും കാക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നിന്റെ പൊരുത്തത്തിലായി നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, അവർക്കും ഞങ്ങൾക്കും മരണം ഖൈറാകുന്ന സമയത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ്. റഹ്മാൻ റബ്ബേ, ഞങ്ങളോട് ബന്ധപ്പെട്ട പലരും, മാതാപിതാക്കൾ, സഹോദര സഹോദരിമാർ, അമ്മോസൻ, അമ്മായികൾ, അമ്മായിമാർ, ഇങ്ങനെ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. റബ്ബേ, അവർക്കെല്ലാം നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. പല ഉസ്താദുമാർ മരിച്ചു പോയിട്ടുണ്ട്. റബ്ബേ, അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തിനും പൊറുക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.